Anak sarap auto ganggi. Sirapunji. ഞങ്ങൾ 4 പേരും കൂടെ നിന്ന് കൊച്ചിയിലേക്കാണ് പോകണം. ഞങ്ങൾ ഇനി കുറച്ചാൽ അവിടെ കാണും. അപ്പൊ സ്റ്റേ ചെയ്യാനായിട്ട് റൂം തപ്പി പോണ പോക്കാണ്. വേഗം റൂമൊക്കെ ഒന്ന് റെഡിയാക്കി കൊച്ചി ഫുള്ള് കറങ്ങിയിട്ട് വരാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ നടന്നത് നേരെ തിരിച്ചായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാവരും പല പല കോഴ്സ് കൊച്ചി തന്നെ എടുത്തു. അതുകൊണ്ട് പല സ്ഥലത്താണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഏതാണ്ട് എല്ലാവർക്കും ഒരേ ഡിസ്റ്റൻസ് കിട്ടുന്ന സ്ഥലത്ത് റൂം എടുക്കാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. റൂം കിട്ടുമോ? ആരോടെ എന്താ ചോദിക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പോസ്റ്റും ഒരു നമ്പർ ഉണ്ട്. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ പുള്ളി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ജോസഫ് ഏട്ടൻ. റൂം കാണിച്ചു തരാനാണ് പുള്ളി പാഞ്ഞു പോണത്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ റൂം കാണാൻ ലൊക്കേഷൻ ഈ കാണുന്ന ലെഫ്റ്റിലുള്ള വീടാണ്. ഇവിടെയാണ് വല്ലാണ്ട് കൺജസ്റ്റഡ് ആയിരുന്നു. ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ 18,000 രൂപയായിരുന്നു റെന്റ് പറഞ്ഞത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു 17 രൂപയ്ക്ക് റെഡിയാക്കാൻ തോന്നി. ഈ ഒരു റേറ്റിൽ ഇതിനേക്കാൾ നല്ല റൂം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ചെറിയ റൂമിന് 17,000 രൂപയാണ് പറഞ്ഞത്. അതിനുള്ളണ്ടാ ഇനി കുറച്ച് മാസം കൊച്ചിയിൽ നിന്ന് ഡെയിലി വ്ളോഗ് ഉണ്ടാവും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞങ്ങൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ തപ്പി ഒരു അപ്പാർട്ട്മെന്റിൽ അങ്ങനെ ചെന്ന് ചെറിയൊരു ലിഫ്റ്റ് കണ്ടില്ല. ഇവിടുത്തെ ഒരു ബംഗാളി ബായാണ് ഞങ്ങളെ ഫസ്റ്റ് ഫ്ലോറിൽ വിളിച്ചിട്ടുണ്ടോ. എന്നിട്ടാണ് പറഞ്ഞ റൂമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. നീ ഫുഡ് കഴിച്ചിട്ടാവോ ബാക്കി? അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ആൾഡ്രീം മന്തിക്കാണ് വിട്ടത്. സമയം 3 കഴിഞ്ഞിരുന്നു. എന്നാൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. ഫുഡ് കിട്ടോ? പക്ഷെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ മന്തി 7-up കോക്ക് എല്ലാം വന്നു. അപ്പോഴും ഞങ്ങൾ വന്ന കാര്യം വിട്ടില്ല. റൂമിന്ന് കിട്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലായിരുന്നു. അങ്ങനെ മന്തി എല്ലാം കഴിച്ചതിന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്ര നേരം ഞങ്ങൾ കാറിൽ ഇരുന്നുകൊണ്ടാണ് അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാർ ഇട്ടിട്ട് ഒന്ന് ഇറങ്ങി അന്വേഷിക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു കടയിൽ കയറിയപ്പോൾ വീണ്ടും ഒരു ബംഗാളി ചേട്ടന് കിട്ടി. പുള്ളി ഒരു ഹോസ്റ്റലിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുപോകണം. ഇതെങ്കിലും സക്സസ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾക്കാണ് തെറ്റിയത്. ഈ റൂമിൽ തന്നെ 5 പേർക്ക് കെടുക്കും വേണം. കൂടാതെ ഒരാൾക്ക് 3,500 വെച്ച് കൊടുക്കും വേണം. സമയം പോണപ്പോ ഒക്കെ അറിയണ്ടായില്ല. 5 മണിയായപ്പോഴും അവിടെയും കിട്ടാണ്ടായപ്പോ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു വീടും അപ്പാർട്ട്മെന്റും വിടാണ്ട് ഞങ്ങൾ കയറി ചോദിച്ചു. കൊച്ചിയിൽ ബാച്ചിലേഴ്സിന് റൂം കിട്ടാൻ ഇത്ര പാടാണെന്ന് ശരിക്കും അപ്പോഴാണ് മനസ്സിലായത്. ഇതിൽ നമ്മൾ കിട്ടും. ഇവരുടെ വരവ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇവിടെയും കിട്ടിയില്ല. പിന്നെ 2-3 ബ്രോക്കർമാര് ഞങ്ങളെ തിരിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരെന്നെ റെഡിയാക്കി തരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വന്ന കാര്യം നടന്നില്ല.